ഹായ് ഗൈസ്, ഇമാജിൻ ചെയ്യുക ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഐലൻഡിൽ 10 സ്ട്രേഞ്ചേഴ്സ് അവർക്ക് വെളിയിലേക്ക് പോകാൻ വഴിയൊന്നുമില്ല. ശേഷം 1 by 1 ആയിട്ട് മരണപ്പെടുന്നു. സോ ഇവിടെ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ, ആരാണ് കില്ലർ? അല്ലെങ്കിൽ ഈ ഒരു ഗ്രൂപ്പിലുള്ള ആരെങ്കിലും ആണോ കില്ലർ? അല്ലെങ്കിൽ കില്ലർ ആ ഐലൻഡിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളതൊക്കെയാണ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു ചോദ്യം. സോ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് 2015 BBC റിലീസായിട്ടുള്ള ഒരു മിനി മിസ്റ്ററി സീരീസിനെ കുറിച്ചാണ്. ആൻഡ് ദെൻ ദെയർ വെയർ നൺ. ഫേമസ് റൈറ്റർ ആയിട്ടുള്ള അഗത ക്രിസ്റ്റിയുടെ ആൻഡ് ദെൻ ദെയർ വെയർ നൺ എന്ന് പറഞ്ഞ ഒരു നോവലിന്റെ അഡാപ്റ്റേഷൻ ആണ് ഈ ഒരു സീരീസ്. അഗത ക്രിസ്റ്റിയുടെ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു നോവലാണിത്. ബെസ്റ്റ് സെല്ലർ ആയിട്ടുള്ള ഒരു മിസ്റ്ററി നോവലൊക്കെയാണിത്. അറൌണ്ട് 100+ മില്യൺ കോപ്പീസ് ഒക്കെ ഇതിന്റെ ബുക്സ് വിറ്റുപോയിട്ടുണ്ട്. സോ ഈ ഒരു സീരീസിന്റെ കഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ 10 സ്ട്രേഞ്ചേഴ്സിന് മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു ഇൻവിറ്റേഷൻ കിട്ടുകയാണ്. ഒരു പർട്ടിക്കുലർ ഐലൻഡില് ഒരു മാൻഷനിലേക്ക് എത്താൻ പറഞ്ഞുകൊണ്ട്. ശേഷം അവർ ആ ഒരു ഐലൻഡിലേക്ക് എത്തുകയാണ്. ഈ ഐലൻഡിൽ അവർ എത്തുന്ന സമയത്ത് തന്നെ അവിടെ മൊത്തത്തിൽ ഒരു മിസ്റ്ററിയാണ്. ആരാണ് ഇവർക്ക് ഈ ഒരു ലെറ്റർ അയച്ചതെന്നോ അല്ലെങ്കിൽ ഈ ഒരു ഫംഗ്ഷൻ ഹോസ്റ്റ് ചെയ്യുന്ന ആരാന്നോ ഒന്നും നമുക്ക് അറിയത്തില്ല. അവർക്കും അറിയത്തില്ല, നമുക്കും അറിയത്തില്ല. ശേഷം ഇവർ അവിടെ എത്തിക്കഴിയുമ്പോൾ ഇവരുടെ കൂടെയുള്ള ഒരാൾ മരണപ്പെടുന്നു. അത് ഒറ്റ നോട്ടത്തിൽ ഒരു ആക്സിഡന്റൽ ഡെത്ത് പോലെയൊക്കെ തോന്നുമെങ്കിലും ശേഷം സീരീസിന്റെ പോക്കില് തുടരെ ആളുകൾ മരണപ്പെടാൻ ആരംഭിക്കുകയാണ്. ശേഷം അവിടെ എക്സിസ്റ്റ് ചെയ്യുന്ന ബാക്കിയായിട്ടുള്ള ആൾക്കാരിൽ ഉള്ളിൽ സംശയം വരികയാണ്, ഇനി ഇവരുടെ ഇടയിലുള്ള ആരെങ്കിലും തന്നെയാണോ കില്ലർ, അതോ ഇനി ഈ ഐലൻഡിൽ വേറെ ആരെങ്കിലും ഉണ്ടോ? അത്തരത്തിലുള്ള ഒരു ചോദ്യങ്ങളൊക്കെ ഇവരുടെ ഉള്ളിൽ വരികയാണ്. സോ ഈ ഒരു സീരീസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇത് നമ്മൾ കണ്ടു തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കണ്ടു തീർക്കാതെ നിർത്താൻ പറ്റത്തില്ല. അത്രയ്ക്കും എൻഗേജിങ് ആയിട്ടാണ് അവർ ഈ ഒരു സീരീസ് ഒരുക്കിയിരിക്കുന്നത്. ഈ ഒരു സീരീസിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇത് 3 എപ്പിസോഡ് മാത്രമേ ഉള്ളൂ. അതും ഓരോ എപ്പിസോഡ് 1 മണിക്കൂറേ ഉള്ളൂ. സോ നമുക്കൊരു 3 മണിക്കൂർ സ്പെൻഡ് ചെയ്യാനുണ്ടെങ്കിൽ കിഡിലിനൊരു സീരീസ് കാണാം. ഈ സ്ലോ ബേണർ ആയിട്ടുള്ള മിസ്റ്ററി ത്രില്ലറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഞാൻ തീർച്ചയായിട്ടും ഈ ഒരു സീരീസ് റെക്കമെൻഡ് ചെയ്യും. പിന്നെ ഈ ഒരു സീരീസിന്റെ ഒരു മെയിൻ പോസിറ്റീവ് എന്ന് പറയുവാണെങ്കിൽ, ഇതിന്റെ ആ ഒരു സ്ലോ ആയിട്ടുള്ള ടെൻഷൻ ബിൽഡ് ചെയ്യുന്ന നറേഷനും അതുപോലെ തന്നെ ഇതിന്റെ കാസ്റ്റിന്റെ പെർഫോമൻസും. ഇതിലെ എടുത്തു പറയേണ്ടത് വീറ ക്ലേത്രോൺ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറുണ്ട്. ആ ഒരു ക്യാരക്ടർ ചെയ്തിരിക്കുന്ന ആക്ട്രസ് കിടിലനായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അവർ മാത്രമല്ല, ബാക്കി എല്ലാവരും നല്ല കിടിലനായിട്ടാണ് ചെയ്തിരിക്കുന്നത്. കുറച്ച് കാസ്റ്റ് മാത്രമേ ഉള്ളൂ ഈ ഒരു സീരീസിനകത്ത്. എല്ലാവരും നല്ല കിടിലനായിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിന്റെ മേക്കിങ്ങും കാര്യങ്ങളും, എസ്പെഷ്യലി സിനിമാറ്റോഗ്രഫിയും അതുപോലെ എഡിറ്റിങ്ങും എല്ലാം ടോപ്പ് നോച്ച് ആയിരുന്നു. നല്ലൊരു വ്യൂയിങ് എക്സ്പീരിയൻസ് തരാൻ അത് സഹായിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഐലൻഡിലുള്ള ആളുകളെല്ലാം ഒട്ടും എല്ലാവരും ഒന്നും നല്ല ആളുകളൊന്നുമല്ല. അവരുടെ പാസ്റ്റില് വളരെ ഡാർക്ക് ആയിട്ടുള്ള സീക്രട്സ് ഒക്കെ ഉണ്ട്. സോ അവരെ അപ്പൊ ചെയ്തിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെയുള്ള ഒരു ശിക്ഷയായിരിക്കാം ആരെങ്കിലും അവർക്ക് ഈ ഒരു ഐലൻഡിൽ കൊടുക്കുക. പക്ഷെ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു ചോദ്യമുണ്ട്, അവരെ ഇത്തരത്തിൽ ശിക്ഷിക്കുന്നത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതൊക്കെ. സോ അത് നിങ്ങൾക്ക് സീരീസ് കണ്ടു കഴിയുമ്പോഴത്തേക്കും മനസ്സിലാവും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ സ്ലോ ബേണർ ആണ്, പക്ഷെ വളരെ എൻഗേജിങ്ങും മിസ്റ്ററിയും നിറച്ചിട്ടുള്ള ഒരു സ്റ്റോറിയാണിത്. കിടിലനായിട്ടാണ് ഇതിന്റെ സ്റ്റോറി അവർ നോവലിൽ നിന്ന് ഈ ഒരു സീരീസിലേക്ക് അഡാപ്റ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഒട്ടും അടുപ്പടിക്കാതെ കണ്ടിരിക്കാം. പിന്നെ കുറെ അത്യാവശ്യം നല്ല ട്വിസ്റ്റും കാര്യങ്ങളും എല്ലാം ഉണ്ട്. സോ നിങ്ങൾ ഈ നൈവ്സ് ഔട്ട് അല്ലെങ്കിൽ മർഡർ ഓൺ ഓറിയന്റൽ എക്സ്പ്രസ്, ഗ്ലാസ് ഒനിയൻ അത്തരത്തിലുള്ള സിനിമകളൊക്കെ കണ്ട് അതൊക്കെ ഇഷ്ടപ്പെട്ട ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കാണാവുന്ന ഒരു സീരീസ് ആണ് ആൻഡ് ദെൻ ദെയർ വെയർ നൺ. സോ ഈ ഒരു സീരീസിന്റെ ലിങ്ക് വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്താൽ മതി, ലിങ്ക് ഞാൻ അയച്ചു തരാം. സോ മിസ്റ്ററി ത്രില്ലർ സീരീസ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഞാൻ ഈ ഒരു സീരീസ് റെക്കമെൻഡ് ചെയ്യുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് കൺസിഡർ ചെയ്യുക.